പറയ് ശിവ, നീ ഇപ്പോഴും അതേ അളവിൽ എന്നെ പ്രണയിക്കുന്നുണ്ടോ? അവൻ അവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എന്തൊക്കെയോ പ്രതീക്ഷയുണ്ടായിരുന്നു ആ കണ്ണുകളിൽ. എന്തോ തന്റെ നാവിൽ നിന്നും കേൾക്കാൻ കൊതിക്കുന്ന പോലെ ഒരു പ്രതീക്ഷ. അത് അത് പിന്നെ അവൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ മുഖം തൻ്റെ ഇരു കൈകളിലും എടുത്തു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുമായിരുന്നു. ഇതുവരെയും കാണാത്ത ഒരു തരം വികാരമായിരുന്നു അവൻ്റെ ആ കണ്ണുകളിൽ. അത് തന്നോടുള്ള പ്രണയം പോലെ അവൾക്ക് തോന്നി. പറയ് ശിവ, ഇപ്പോഴും നിനക്ക് എന്നോടുള്ള നിന്റെ ആ പ്രണയത്തിന് ഒരംശം പോലും കുറവ് വന്നിട്ടില്ലേ? അവൻ വീണ്ടും അവളെ നോക്കി ചോദിച്ചു. എനിക്ക് ആദ്യേട്ടനോടുള്ള പ്രണയം അതൊരിക്കലും ഒരിറ്റു പോലും കുറയില്ല ആദ്യേട്ടാ. അത് ആദ്യേട്ടൻ ഇനി എന്നെ എങ്ങനെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാലും ആ പ്രണയത്തിന് ഒരു കുറവും ഉണ്ടാവില്ല. കാരണം മറ്റൊന്നുമല്ല, ഞാൻ ആദ്യേട്ടനെ പ്രണയിച്ചത് ഇന്നും ഇന്നലെയുമല്ല. എന്ന് മുതൽ എനിക്ക് തിരിച്ചറിവിൻ്റെ പ്രായമുണ്ടായോ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കയറിക്കൂടിയതാണ് ആദ്യേട്ടൻ. ആ ആദ്യേട്ടനെ ഞാൻ എങ്ങനെയാ വെറുക്കുന്നത്? എങ്ങനെയാ ആ സ്നേഹത്തിന് കുറവ് വരുത്തുന്നത്? ആദ്യേട്ടൻ എന്നെ സ്നേഹിക്കാതെ വെറുത്താലും എൻ്റെ മനസ്സിൽ ആദ്യേട്ടൻ എന്നും ഉണ്ടാവും. എൻ്റെ പ്രണയത്തിന് ഒരു കുറവും വരാത്ത രീതിയിൽ. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് അവൻ പുഞ്ചിരിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ ആദ്യേട്ടൻ എന്നോട് സത്യം പറയോ? അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്താ ശിവ? അവൻ്റെ ശബ്ദം അത്ര ആർദ്രമായിരുന്നു. ആദ്യേട്ടൻ ശരിക്കും എന്നെ പ്രണയിക്കുന്നുണ്ടോ? അവൾ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. പ്രണയിക്കണ്ടേ? അവൻ്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു. അത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ വേണ്ടത്. ആദ്യേട്ടന് സ്വയം തോന്നേണ്ടതല്ലേ? ഒരാളെ നിർബന്ധിച്ച് പ്രണയിപ്പിക്കാനൊന്നും കഴിയില്ലല്ലോ. അങ്ങനെ ഉണ്ടായാൽ ആ പ്രണയത്തിനൊരു അർത്ഥം ഇല്ലാതായി പോയില്ലേ? അവൾ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ പുഞ്ചിരിച്ചു. ശിവ, ശരിക്കും നീ ഇപ്പോൾ ചോദിച്ചതിനുള്ള മറുപടി എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഞാൻ നിന്നെ പ്രണയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ മാക്സിമം ഞാനതിന് ശ്രമിക്കും. നിന്നെ സ്നേഹിക്കാൻ, പ്രണയിക്കാൻ, സങ്കടപ്പെടുത്താതെ നോക്കാൻ. നിനക്ക് അതുപോരെ? അവൻ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. നിനക്കെന്നോട് ദേഷ്യമോ പരിഭവമോ ഉണ്ടോ? അവൻ വീണ്ടും ചോദിച്ചു. അറിയില്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ നെറ്റിച്ചുളിച്ചു. എനിക്ക് ദേഷ്യം എന്തായാലും ഇല്ല. എനിക്ക് ആദ്യേട്ടനോട് ദേഷ്യപ്പെടാൻ കഴിയില്ല. പക്ഷേ പരിഭവമുണ്ട്. അവൾ കുറുമ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു. അവളുടെ കുറുമ്പോടെയുള്ള ആ സംസാരം ആദ്യമായിട്ടായിരുന്നു അവൻ കാണുന്നത്. പണ്ട് കുഞ്ഞുനാളിൽ അവളൊരു കുറുമ്പിയായിരുന്നു. അവൻ്റെ കയ്യിൽ തൂങ്ങി അവനോട് വഴക്കുണ്ടാക്കി നടന്ന കുറുമ്പി. പക്ഷേ എന്നു മുതൽ അവനിലൊരു മാറ്റം സംഭവിച്ചു തുടങ്ങിയോ, എന്നു മുതൽ അവളിൽ നിന്നും അവൻ അകന്നു തുടങ്ങിയോ, അന്നു മുതൽ അവളുടെ കുറുമ്പും ഇല്ലാതെയായി പോയിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അവളുടെ കുറുമ്പോടെയുള്ള സംസാരം കേട്ടതും അവൻ കണ്ണെടുക്കാതെ അവളെ നോക്കിയിരുന്നു. ആദ്യേട്ടാ, തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് അവൾ വിളിച്ചു. നിനക്ക് എന്തിനാ എന്നോട് പരിഭവം? നിന്നെ സ്നേഹിക്കാതെ മറ്റൊരു പെണ്ണിനെ മനസ്സുകൊണ്ട് ഞാൻ സ്നേഹിച്ചതുകൊണ്ടാണോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. എൻ്റെ മനസ്സിൽ ആദ്യേട്ടനുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കാതെ ആ മനസ്സിൽ ആദ്യമായി മറ്റൊരാൾക്കല്ലേ സ്ഥാനം കൊടുത്തത്? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടും അതിനുശേഷവും ഒരിക്കൽ പോലും എന്നെ മനസ്സിലാക്കാൻ ആദ്യമായിട്ട് ശ്രമിച്ചില്ലല്ലോ. അവളുടെ വാക്കുകളിൽ പരിഭവമായിരുന്നു. സോറി ശിവ, നിനക്കറിയാലോ എൻ്റെ സാഹചര്യം. ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നാൻ അങ്ങനെ കാരണമൊന്നുമില്ലടി. എനിക്ക് അവളോട് ഒരു ഇഷ്ടം തോന്നിപ്പോയി. അറിയില്ല അതെന്താണെന്ന്. പക്ഷെ ഇന്നവൾ സുരക്ഷിതമായ മറ്റൊരു കൈകളിലാണ്. ഒരുപക്ഷെ കാശിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും അവളെ ഇതുപോലെ സ്നേഹിക്കില്ലായിരുന്നു ശിവ. എനിക്ക് അസൂയയാണ് അവരുടെ പ്രണയത്തോട്. എനിക്ക് മാത്രമല്ല, അവരുടെ പ്രണയം കാണുന്ന ഓരോരുത്തർക്കും അസൂയ മാത്രമേ ഉണ്ടാവുള്ളൂ. കാശി അവളെ സ്നേഹിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. അതൊരിക്കലും എനിക്ക് കഴിയണമെന്നില്ല. അപ്പോൾ അവനവൾക്ക് കാമുകനാണ്, ചിലപ്പോൾ ഭർത്താവ്, ചിലപ്പോൾ അതൊന്നുമല്ല, അവനവളുടെ അച്ഛനായിട്ട് മാറും. അപ്പോൾ അവർക്കിടയിൽ പ്രണയത്തിനല്ല, മറിച്ച് അവളുടെ വാശിക്കും അവൻ്റെ വാത്സല്യത്തിനുമാണ് സ്ഥാനം. അത് കാശിയെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ ശിവ. ഞാൻ കരുതിയിരുന്നത് അവളെ കിട്ടിയത് അവൻ്റെ ഭാഗ്യമാണെന്നാ. പക്ഷെ അല്ല, എനിക്ക് തെറ്റിയതാ. അവനാണ് അവളുടെ ഭാഗ്യം, മറ്റൊരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം, ഏതൊരു പെണ്ണും കൊതിച്ചു പോകുന്ന ഭാഗ്യം. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലകുലുക്കി. കാരണം അത് കറക്റ്റാണെന്ന് അവൾക്കും അറിയാമായിരുന്നു. ആദ്യേട്ടാ, പറയുന്നത് തെറ്റാണോന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞോട്ടെ. ആദ്യേട്ടൻ എന്നോട് ദേഷ്യം തോന്നുമോ? അവൾ പേടിയോടെ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എന്താ ശിവ? അത് പിന്നെ ആദ്യേട്ടൻ്റെ മുറിയിൽ അവളുടെ 1-2 ഫോട്ടോ ഇരിപ്പില്ലേ, മറ്റു ഡാൻസിൻ്റെയും മറ്റും. അത് മാറ്റൂ അവിടുന്ന്. ദേഷ്യപ്പെടുമോ എന്ന് കരുതി അവൾ പേടിയോട് ചോദിച്ചു. എന്നാൽ അവൾ പറയുന്നത് കേട്ടതും അവന് ചിരി വന്നു. ആദ്യേട്ടാ, അവൾ കുറുമ്പോടെ വിളിച്ചു. നിനക്കെന്താ അസൂയയാണോ?
അവൻ ചിരിച്ചുകൊണ്ട് പുരികം പൊക്കി. ചെറുതായിട്ട്. പ്ലീസ് മാറ്റുവോ? അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചതും അവൻ വീണ്ടും ചിരിച്ചു. അവൻ ആദ്യമായിട്ടായിരുന്നു അവളുടെ ആ കുറുമ്പും കൊഞ്ചലും ഒക്കെ കാണുന്നതും ആസ്വദിക്കുന്നതും. എങ്കിൽ അവൾ അവൻ്റെ മുഖത്ത് ചിരിയായിരുന്നു നോക്കിയത്. തൻ്റെ മുൻപിൽ ഇത്ര സന്തോഷത്തോടെ മനസ്സ് തുറന്ന് ചിരിക്കുന്ന ആദിയെ വർഷങ്ങൾക്കിപ്പുറമായിരുന്നു അവൾ കാണുന്നത്. മാറ്റാം, എന്നിട്ട് നമുക്ക് അവിടെ നമ്മുടെ വിവാഹ ഫോട്ടോ ഇടാം, എന്താ? അവൻ തിരികെ കുസൃതിയോടെ അവളെ നോക്കി ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്തു. പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവൻ ഞെട്ടി അവളെ നോക്കി. അവളും പെട്ടെന്ന് വല്ലാതെയായി. അവൻ്റെ ചിരി കണ്ടപ്പോൾ അറിയാതെ ചെയ്തു പോയതാണ്, കുഴപ്പമായോ എന്നുള്ള പേടിയോടെയാണ് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. അങ്ങനെ നോക്കിയതും അവളെ ദേഷ്യത്തോടെ തിരികെ നോക്കുന്ന ആദ്യമാണ് അവൾ കണ്ടത്. അത് കണ്ടതും അവൾ പെട്ടെന്ന് വല്ലാതെയായി. അവൻ്റെ ആ നോട്ടം കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ അവനെ നോക്കാതെ തല കുനിച്ചു. അവൾ പേടിച്ച് കുനിഞ്ഞിരിക്കുന്നത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. പേടിയായിരുന്നു അവളുടെ മുഖത്ത്. അവൻ എന്തേലും പറയോ, ദേഷ്യപ്പെടുമോ എന്നുള്ള ഭയമായിരുന്നു അവൾക്ക്. ശിവ, അവൻ അരുമയായി അവളെ വിളിച്ചു. എന്നാൽ അവൾ മുഖമുയർത്തി അവനെ നോക്കുവാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ശിവ, എന്നെ നോക്ക്. അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പതിയെ തല ഉയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നതും അവൾ സംശയത്തോടെ നെറ്റി ചുളിച്ചു. പേടിച്ചു പോയോ? അവൻ കുറുമ്പോട് ചോദിച്ചതും അവൾ മുഖം വീർപ്പിച്ചു. കിസ്സൊക്കെ തരുമ്പോൾ പറഞ്ഞിട്ട് തരണം ശിവ. പെട്ടെന്നായതുകൊണ്ട് ആ ഫീൽ എന്താണെന്ന് അറിഞ്ഞില്ല. ഫസ്റ്റ് കിസ്സല്ലായിരുന്നോ? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവളുടെ ചുവന്ന മുഖം കണ്ട് അവന് ചിരി വന്നു. അവൾ നാണം കൊണ്ട് അവനെ നോക്കാതെ മുഖം കുനിച്ചു. നാണമാണോ ശിവ? അവൻ അവളുടെ മുഖം ചൂണ്ടുവിരലിനാൽ ഉയർത്തി ചോദിച്ചതും അവനെ നോക്കാതെ മിഴികൾ മാറ്റി. അടുത്ത മാസം നമ്മുടെ വിവാഹമാണ് ശിവ. ആദ്യം അവളെ നോക്കി പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. നാണമൊക്കെ നീ മാറ്റണം. അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളുടെ മുഖം ഒന്നുകൂടി നാണം കൊണ്ട് ചുവന്നിരുന്നു. ശിവ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ എന്നോട് സത്യം പറയോ? അവൻ ചോദിച്ചതും അവൾ എന്താണെന്നുള്ള രീതിയിൽ അവനെ നോക്കി. ശിവ, ഞാൻ നിൻ്റെ അടുത്ത് എങ്ങനെയായിരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതായത് നിൻ്റെ ഹസ്ബൻഡ് നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറണം, ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ആഗ്രഹം കാണില്ലേ? ആദ്യം അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് അങ്ങനെയൊന്നുമില്ല ആദ്യേട്ടാ. ആദ്യേട്ടന് എങ്ങനെയാണോ അതുപോലെ ആയാൽ മതി. എനിക്ക് വേണ്ടി ആദ്യേട്ട ഒന്നും മാറ്റി തിരികെ അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചു. അപ്പോൾ ഞാൻ കുടിക്കും. അത് നിനക്കൊരു പ്രശ്നമല്ല അല്ലേ? നിനക്ക് പ്രശ്നമില്ലല്ലോ. സമാധാനമായി. അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് പറഞ്ഞതും അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്ക് വേണ്ടി ഞാനൊന്നും മാറ്റണ്ടെന്നല്ലേ നീ പറഞ്ഞേ? അപ്പോൾ ആ സ്വഭാവവും ഞാൻ മാറ്റണ്ടാലോ? അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. കുടിക്കരുതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇഷ്ടമാകുമെന്നുള്ള പേടിയായിരുന്നു അവൾക്ക്. ചിലപ്പോൾ ദേഷ്യം കൊണ്ട് എൻ്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ട എന്നോ മറ്റോ പറഞ്ഞാൽ എന്തു ചെയ്യും? അതുകൊണ്ട് അവൾ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. ശിവ, എന്നെ നോക്ക്. നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? കുനിഞ്ഞിരിക്കുന്ന അവളെ നോക്കി അവൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു. അതൊക്കെ ആദ്യമായിട്ടിന് ഇഷ്ടമല്ലേ? ഞാൻ എന്ത് പറയാനാ? അവൻ ചോദിച്ചതും അവൾ മറുപടി എന്ന പോലെ പറഞ്ഞു. അല്ല, നിനക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ. നമ്മുടെ ഇഷ്ടമല്ലല്ലോ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക്. അത് കംഫർട്ടാണോ എന്ന് നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ആദ്യേട്ടാ, എനിക്കത് ഇഷ്ടമല്ല. ആദ്യേട്ടൻ കുടിക്കുമ്പോൾ എനിക്ക് പേടിയാ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ പേടി? അവനവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ അവൾ എന്ത് പറയണമെന്നറിയാതെ വീണ്ടും കുഴഞ്ഞു. പറയ് ശിവ, എന്തിനാ നിനക്ക് പേടി? ഞാൻ ഉപദ്രവിക്കുമെന്നുള്ള പേടിയാണോ? അവൻ വീണ്ടും ചോദിച്ചു. അവളല്ലെന്ന് തലകുലുക്കി. പിന്നെന്തിനാ പേടി? അത് കുടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ടിന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരില്ലേ? അപ്പോൾ എൻ്റെ സ്ഥാനത്ത് അവൾ ബാക്കി പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുമ്പോൾ നിൻ്റെ സ്ഥാനത്ത് ഞാൻ അവളെ കാണും എന്നുള്ള പേടിയാണല്ലേ? അവൻ ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ തലകുലുക്കി. ഒരു തവണ ആദ്യമായിട്ടിന് അവളാണെന്ന് കരുതി എന്നെ കിസ് ചെയ്യാൻ വന്നില്ലേ? അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് അന്നല്ലേ ശിവ? അന്നെൻ്റെ മനസ്സിൽ അവൾ മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് അവൾ മറ്റൊരാളുടെ ഭാര്യയാണ്. ഞാൻ അവളുടെ വിവാഹശേഷവും അവളെ ആഗ്രഹിച്ചിട്ടുണ്ട്. അതെനിക്ക് അവളെ അത്ര ഇഷ്ടമായതുകൊണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ അവളില്ല. ഇല്ലെന്നല്ല, ആദ്യ പ്രണയമല്ലേ ശിവ, അങ്ങനെ മറക്കാൻ പറ്റുമോ അവളെ? പക്ഷെ മറ്റൊരർത്ഥത്തിൽ ഇപ്പം എൻ്റെ മനസ്സിൽ അവളില്ല കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, കാശിയുടെ അവളുടെ റിലേഷൻഷിപ്പിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. മാത്രമല്ല, അവൾ അവളുടെ കാശിയേട്ടനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ആ സ്ഥിതിക്ക് എനിക്കവിടെ സ്ഥാനമില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ്റെ മനസ്സിൽ പാറുമില്ല എന്ന് മനസ്സിലാക്കിയ അവൾക്കും സന്തോഷമായിരുന്നു. കുശുമ്പി, അവൻ കുറുമ്പോടെ പറഞ്ഞതും അവൾ ചിരിച്ചു.
ഞാൻ വലിയ റൊമാൻറ്റിക് ഒന്നും ആയിരിക്കില്ല. നിനക്ക് അതിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ? അവൻ കുറുമ്പോട് അവളുടെ മുഖത്തേക്ക് നോക്കി. അതെനിക്കറിയാം. അവൾ അവനെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതും അവനും ചിരി വന്നു. അവൻ ചിരിക്കുന്നത് കണ്ടതും അവളും അവൻ്റെ ഒപ്പം ചിരിച്ചു. കാശിയേട്ടാ, ഞാൻ കുളിക്കാൻ പോവാണേ. പാറു അടുക്കളയിൽ നിൽക്കുന്ന കാശിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും കാശി തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി. അവളൊരു മുണ്ട് കൊണ്ട് കച്ച കെട്ടിയിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ അഴിച്ചിട്ട് കുളിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണവൾ. ആഹാ, ഇതാരപ്പാ ഇത്? നിനക്ക് ഇതൊക്കെ അറിയോ? അവൻ കളിയോടെ അവളോട് ചോദിച്ചു. പിന്നെ അറിയാതെ, ഞാൻ എത്ര കുളിച്ചതാ കുളത്തിൽ. എനിക്കിതൊക്കെ അറിയാം കേട്ടോ കാശിനാഥ. അവൾ കുറുമ്പോടെ പറഞ്ഞതും അവൻ കപടദേഷ്യത്തോടെ അവളെ നോക്കി. അത് കണ്ടതും അവൾ നല്ലതുപോലെ ഒന്ന് ഇളിച്ചു കാണിച്ചു. സോറി കാശിയേട്ടാ. അവൾ ചിണുങ്ങി. നിനക്ക് കുറുമ്പിച്ചിരി കൂടുന്നുണ്ട് പാറുക്കുട്ട. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ വീണ്ടും ചിരിച്ചു കാണിച്ചു. എനിക്കെൻ്റെ കാശിയേട്ടനോടല്ലേ കുറുമ്പ് കാണിക്കാൻ പറ്റുള്ളൂ? അവൾ ചിണുങ്ങിക്കൊണ്ട് തിരികെ ചോദിച്ചു. മതി മതി സോപ്പിംഗ് ഒക്കെ, പെട്ടെന്ന് പോയിട്ട് വാ. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. നിന്നെ. അവൾ തിരിഞ്ഞു പോകുന്നത് കണ്ടതും അവൻ വിളിച്ചു. അവൻ വിളിക്കുന്നത് കേട്ടതും അവൾ തിരിഞ്ഞ് എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. ഇങ്ങ് വാ, കാശിയേട്ടന് എണ്ണ തേച്ച് തരാം. അവൻ വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ അടുക്കളയിൽ ഷെൽഫിലുണ്ടായിരുന്ന വെളിച്ചെണ്ണ കയ്യിലെടുത്തു. പിന്നെ അത് അവൾക്ക് തലയിൽ തേച്ചു കൊടുത്തു. കാശിയേട്ടാ. അവൾ വിളിച്ചതും അവൻ എണ്ണ തേക്കുന്നതിനിടയിൽ ഒന്ന് മൂളി. കാശിയേട്ടന് കൂടി വാ, നല്ല രസമല്ലേ കുളത്തിൽ കുളിക്കാൻ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. പിന്നെ വേറെ പണിയില്ല, ഞാനെങ്ങും വരുന്നില്ല കുളിക്കാൻ. അവൻ പുച്ഛത്തോട് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു. അവൻ എണ്ണ തേച്ചു കഴിഞ്ഞതും അവൻ കൂടെ വരാത്ത പിണക്കത്തിൽ ഒന്നും മിണ്ടാതെ കുളത്തിൻ്റെ അടുത്തേക്ക് അവൾ നടന്നു. അവൾ പിണങ്ങി പോകുന്നത് കണ്ടതും ചിരിയോടെ കാശി നിന്നു. അവൾ കുളത്തിൻ്റെ പടിക്കെട്ടിൽ ചെന്ന് നിന്നുകൊണ്ട് കുളത്തിലേക്ക് നോക്കി ഒന്ന് ശ്വാസമെടുത്തു. അവളുടെ മനസ്സിൽ കൂടി അച്ഛനും അവളും അവിടെ കുളിക്കുന്നതും അമ്മ വന്ന് സ്റ്റെപ്പിലിരിക്കുന്നതും ചില സമയം രാവിലെ കുളിക്കുന്നത് കാണുമ്പോൾ അമ്മ വന്ന് രണ്ടുപേരെയും വഴക്കു പറഞ്ഞ് അകത്ത് കയറ്റുന്നതും ഒക്കെ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി. അതൊക്കെ മനസ്സിൽ തെളിഞ്ഞു വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പിന്നെ നിറഞ്ഞ കണ്ണുകളെ ഒന്ന് തുടച്ചു മാറ്റിയിട്ട് അവൾ പതിയെ പടവുകൾ ഇറങ്ങി. വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ഒന്ന് മുങ്ങി നിവർന്നു. പിന്നെ കുറച്ചു നേരം വെള്ളത്തിൽ കളിച്ചു. കുറേ നിമിഷങ്ങൾ കഴിഞ്ഞതും പെട്ടെന്ന് അവളുടെ കണ്ണുകളിൽ നിന്നും ആരോ പൊത്തി. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. കാശിയേട്ടൻ. അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. അത് കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ അവനെ നേർക്ക് നിർത്തി. അവൾ അവനെ തന്നെ നോക്കി. ഷർട്ടിടാതെ ഒരു മുണ്ട് മാത്രമായിരുന്നു അവൻ്റെ വേഷം. പെട്ടെന്ന് അവനെ കണ്ട സന്തോഷത്തിൽ അവൾ ചിരിച്ചുകൊണ്ട് അവനെ ഇറുക്കി പിടിച്ചു.